ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാവൽ ഫെസ്റ്റിൽ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീട്ടിൽ പറയാൻ വേണ്ടി വെച്ചാൽ പോണ്ടിച്ചേരി യാത്ര നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ 2 ആഴ്ച മുമ്പ് പോണ്ടിച്ചേരി എന്ന സ്ഥലത്തേക്ക് ഞാൻ യാത്ര പോകണമായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റോറീസും സ്റ്റാറ്റസാണ് പലർക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പോണ്ടിച്ചേരി യാത്ര പ്ലാൻ ചെയ്യുന്നൊരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നൊരു വീഡിയോ ഇന്നത്തെ ഈ ഒരു പോണ്ടിച്ചേരി യാത്രയുടെ പ്ലാൻ. നമുക്ക് പോണ്ടിച്ചേരിയിലേക്ക് പോകേണ്ട ബെസ്റ്റ് ടൈം വെച്ചാൽ നമുക്ക് ഒക്ടോബർ മുതൽ ഫെബ്രുവരി ടൈമാണ് പോകേണ്ട ബെസ്റ്റ് ടൈം. നമുക്ക് ഈ ഒരു പോണ്ടിച്ചേരി എങ്ങനെ പോകാമെന്ന് വെച്ചാൽ നമുക്ക് ബൈ ട്രെയിന് പോകും, ബസ്സിന് പോകും, നമ്മൾ സ്വന്തം വണ്ടി നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു യാത്ര നമ്മൾ ട്രെയിനിൽ പോകുന്ന രീതിയിലും ബസ്സിൽ പോകുന്ന രീതിയിലും പ്ലാനാണ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. ഈ പോണ്ടിച്ചേരി യാത്ര നമുക്കൊരു വീക്കെൻഡ് ട്രിപ്പായിട്ട് കൂടി നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതിന് വീക്കെൻഡ് ട്രിപ്പിൻ്റെ പ്ലാൻ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് മംഗലാപുരം കോഴിക്കോട് പാലക്കാട് വഴി നേരെ പോണ്ടിച്ചേരിയിലേക്ക് പോകുന്നൊരു ട്രെയിനുണ്ട്. അപ്പോൾ നമുക്ക് ഈ എറണാകുളം ഭാഗത്ത് അങ്ങനെ തൃശ്ശൂർ ഭാഗത്തുള്ളൊക്കെ നേരെ എന്ത് ചെയ്യുക, നിങ്ങൾ പാലക്കാടിലേക്ക് എത്തുക. പാലക്കാട് നമുക്ക് ഈ ട്രെയിനിൽ കയറി പോകാൻ പറ്റും. നമുക്ക് എല്ലാ വെള്ളിയാഴ്ച നമുക്ക് ട്രെയിൻ ഉണ്ട് 16,856 മംഗലാപുരം പോണ്ടിച്ചേരി എക്സ്പ്രസ്. സ്ലീപ്പർ ക്ലാസ് ആകുമ്പോഴത്തേക്ക് 270 വരുന്നത്, AC ആകുമ്പോഴത്തേക്ക് 730. അതുകൂടെ നമുക്ക് എല്ലാ ഞായറാഴ്ച നമുക്ക് ട്രെയിൻ അവൈലബിൾ ആണ് 16,858 മംഗലാപുരം പോണ്ടിച്ചേരി എക്സ്പ്രസ്. ഈ ട്രെയിൻ ആകുമ്പോഴത്തേക്ക് സ്ലീപ്പർ ആകുമ്പോഴത്തേക്ക് 315, AC ആകുമ്പോഴത്തേക്ക് 845. ഇത് മംഗലാപുരം കോഴിക്കോട് പാലക്കാട് അങ്ങനെ പോകുന്ന ട്രെയിനാണ്. നമ്മൾ എറണാകുളം ഭാഗത്തുള്ള നേരെ പാലക്കാട് എത്തിയിട്ട് അവിടെ നേരെ ഈ ട്രെയിനിലേക്ക് കയറിയിട്ട് നിങ്ങൾ പോണ്ടിച്ചേരിയിലേക്ക് പോകേണ്ടത്. ഇനി അത് കൂടെ നമുക്ക് എല്ലാ ദിവസങ്ങളിലും പോകുന്ന ട്രെയിനുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഏത് ദിവസം നമുക്ക് ചൂസ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഗുരുവായൂർ വഴി എറണാകുളം, തിരുവനന്തപുരം വഴി നേരെ വില്ലപുരം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതായത് പോണ്ടിച്ചേരി എന്ന് പറയുന്ന സ്ഥലത്തിന് മുമ്പ് 39 കിലോമീറ്റർ മുമ്പുള്ള സ്ഥലമാണ് വില്ലപുരം. അവിടത്തേക്ക് പോയിട്ടാണ് ബസ് ത്രൂ പോകുന്നൊരു പ്ലാൻ ഉണ്ട്. അതും കൂടി പറഞ്ഞുതരാം നിങ്ങൾക്ക്. അപ്പോൾ ഗുരുവായൂർ നേരെ എറണാകുളത്തേക്ക് പോയിട്ട് നേരെ വില്ലപുരത്തേക്ക് പോകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കോഴിക്കോടുള്ള ഭാഗത്തേക്കുള്ളവർക്ക് മംഗലാപുരം വഴി പോകുന്ന ട്രെയിനുണ്ട്. കോഴിക്കോട് നിന്ന് മംഗലാപുരം നേരെ കോഴിക്കോട് അവിടുന്ന് വില്ലപുരം പോകുന്ന ട്രെയിനാണ്. അപ്പോൾ ഈ ട്രെയിനിൻ്റെ നമ്പർ വെച്ചാൽ 16,128 ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസ്. ഡയറക്റ്റ് ചെന്നൈക്ക് പോകുന്ന ട്രെയിനാണ്. അത് വില്ലപുരത്ത് സ്റ്റോപ്പുണ്ട്, അവിടെ നിങ്ങൾക്ക് ഇറങ്ങാം. പിന്നെ വെച്ചാൽ 16,160 മംഗലാപുരം ചെന്നൈ സൂപ്പർ ഫാസ്റ്റ്. മംഗലാപുരത്ത് നിന്ന് ചെന്നൈക്ക് പോകുന്ന ട്രെയിനാണ്. ഈ ട്രെയിനും വില്ലപുരം സ്റ്റോപ്പുണ്ട്. അപ്പോൾ ഈ ട്രെയിനിൽ സ്ലീപ്പർ ക്ലാസ് ആകുമ്പോഴത്തേക്ക് 435, അതിന് 345 വരുന്നത്. അത് നേരെ ഈ ട്രെയിനിൽ നേരെ എന്ത് ചെയ്യുക, വില്ലപുരത്തേക്ക് നിങ്ങൾ നേരെ പോവുക. കേരളം നേരെ വില്ലപുരത്തേക്ക് നേരെ ട്രെയിൻ പോവുക. വില്ലപുരം എത്തിയ ശേഷം അവിടെ നേരെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ബൈ ബസ്സിന് നിങ്ങൾക്ക് നേരെ വില്ലപുരം നേരെ പോണ്ടിച്ചേരിക്ക് പോകാൻ പറ്റുന്നതാണ്. നിങ്ങൾ പോണ്ടിച്ചേരി എത്തിയ ശേഷം പോണ്ടിച്ചേരി നിങ്ങൾക്ക് ബൈക്ക് എന്തായാലും റെൻ്റ് എടുത്ത് നിങ്ങൾക്ക് ഇറങ്ങേണ്ടതുണ്ട്. ഓരോ സ്ഥലങ്ങളുണ്ട്, അവിടെ ബൈക്ക് എന്തായാലും മസ്റ്റാണ്. അപ്പോൾ ബൈക്ക് നിങ്ങൾ റെൻ്റ് എടുക്കുക. എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമുക്ക് 250 മുതൽ 500 നിരക്ക് ബൈക്ക് എന്തായാലും കിട്ടും. വീക്കെൻഡ് ബൈക്കിനാണ് നിങ്ങൾക്ക് 500 നിരക്കൊക്കെ കഴിക്കും. ഇനി ഇട ദിവസം ബൈക്കിനാണ് നിങ്ങൾക്ക് 250, 300 നിരക്ക് ബൈക്ക് റെൻ്റ് കിട്ടും. നിങ്ങൾ പോണ്ടിച്ചേരി യാത്ര പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തെങ്കിൽ ബൈക്ക് റെൻറ്റ്, അതിന് റൂം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളോട് കോൺടാക്ട് ചെയ്താൽ മതി. ഈ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബൈക്ക് കാര്യം നമ്മൾ അറേഞ്ച് ചെയ്തായിരിക്കും, അതിന് റൂം നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് പോണ്ടിച്ചേരി പാക്കേജ് വേണം, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് പോണ്ടിച്ചേരി കാണേണ്ട സ്ഥലങ്ങളാണ് പ്ലേസ് ടു വിസിറ്റ് പോണ്ടിച്ചേരി എന്ന് കൊടുത്തിരിക്കുന്നത്. അത് ഒന്ന് വൈറ്റ് ടൗൺ, പിന്നെ റോക്ക് ബീച്ച്, പിന്നെ അറോവിൽ. ഈ അറോവിന് പ്രത്യേകിച്ചാൽ നമുക്ക് ഒരുപാട് മതസ്ഥർ വന്നിട്ട് ഫോറിനേഴ്സൊക്കെ വന്നിട്ട് താമസിക്കുന്ന സ്ഥലമാണ് ഈ അറോവിൽ. പക്ഷേ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. അറിയുന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റിൽ പറയുക. പിന്നെ അർലിമുഖ മംഗള ടെമ്പിൾ ഉണ്ട്, പിന്നെ വെച്ചാൽ ബസലിക്ക ചർച്ച് ഉണ്ട്, പിന്നെ പാരഡൈസ് ബീച്ച് ഉണ്ട്, ഫ്രഞ്ച് കോളനി ഉണ്ട്. പിന്നെ ഫ്രഞ്ച് കോളനി ഫുള്ള് മഞ്ഞ കളറിലുള്ളൊരു തെരുവാണ്. നല്ല ഫോട്ടോ ഫ്രെയിമൊക്കെ എടുക്കേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു ഫ്രഞ്ച് കോളനി. പിന്നെ വെച്ചാൽ അരിക്കുമേലുണ്ട്, പിന്നെ പോണ്ടിച്ചേരി ലൈറ്റ് ഹൗസ് ഉണ്ട്. ഈ പോണ്ടിച്ചേരി ലൈറ്റ് ഹൗസിനെ പ്രത്യേകിച്ച് ഈ പോണ്ടിച്ചേരി ടൗൺ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും ഈ ലൈറ്റ് ഹൗസിന് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ. പിന്നെ വെച്ചാൽ ഫ്രഞ്ച് വാർ മെമ്മോറിയൽ, പിന്നെ ചിദംബരം ടെമ്പിളാണ് ഉള്ളത്. ഈ സ്ഥലങ്ങൾ നമുക്ക് പോണ്ടിച്ചേരിയിൽ കാണാനുള്ളത്. പിന്നെ ഇത് കൂടാതെ തന്നെ നമുക്ക് വേറെ സ്ഥലമുണ്ട്, ഒരു റെഡ് ക്യാനോൺ ഉണ്ട്. ഈ ഒരു അടുത്താണ് ഈ ഒരു റെഡ് ക്യാനോൺ ഫേമസ് ആയത്. അപ്പോൾ നമ്മൾ അവിടത്തേക്ക് പോയിട്ട് കൂടെ നമ്മൾ ഈ ഒരു പോണ്ടിച്ചേരി പോയത്. അവിടത്തേക്ക് പോകുന്ന പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പോണ്ടിച്ചേരിയിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ഒരു സ്ഥലമാണ് വില്ലപുരം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. നിങ്ങൾ പോണ്ടിച്ചേരി യാത്ര പോകുമ്പോഴത്തേക്കാൾ കൂടുതൽ ഈ ഒരു റെഡ് ക്യാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ പോണ്ടിച്ചേരി എന്നാലും ബൈക്ക് റെൻ്റ് എടുക്കുന്നു. അപ്പോൾ ബൈക്കിന് നേരെ എന്ത് ചെയ്യുക, തിരുവക്കര എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടത്തേക്ക് പോകുക. ഏകദേശം 30 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. ഈ തിരുവക്കരയെ നിങ്ങൾക്ക് ഗൂഗിൾ കയറിയിട്ട് നിങ്ങൾ തിരുവക്കര റെഡ് ക്യാനോൺ നിങ്ങൾ സെർച്ച് ചെയ്താൽ ഈ ലൊക്കേഷൻ കിട്ടി അവിടത്തേക്ക് നിങ്ങൾ നടന്ന് പോവുക. അങ്ങനെ ഈ ഒരു റെഡ് ക്യാനോനും കണ്ട് നിങ്ങൾക്ക് നേരെ തിരിച്ച് പോണ്ടിച്ചേരിക്ക് വന്നിട്ട് അവിടെ നേരെ പോണ്ടിച്ചേരി നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകണമെങ്കിൽ നാട്ടിലേക്ക് പോകാം. ഇനി അതല്ല നിങ്ങൾക്ക് അപ്പോൾ ട്രെയിൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോണ്ടിച്ചേരി നേരെ വില്ലപുരത്തേക്ക് പോയിട്ട് വില്ലപുരം നേരെ നിങ്ങൾക്ക് പാലക്കാട് വഴി നേരെ കേരളത്തിലേക്ക് പോകും. അപ്പോൾ ട്രെയിനിൻ്റെ റിട്ടേൺ പോകുന്ന ട്രെയിനാണ് നമ്പർ കൊടുത്തിട്ടുള്ളത് 16,857, പിന്നെ 16,159. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലാനിൽ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഇവിടെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുത്തിട്ടുണ്ട്, ട്രാവൽ ഫേസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പോണ്ടിച്ചേരിയിൽ നിങ്ങൾക്ക് റൂം, ബൈക്ക്, അതുതന്നെ പാക്കേജ് കാരണം വേണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ, യാത്രകൾ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. കൂടുതൽ നമ്മൾ അക്കൗണ്ട് ഫോളോ ചെയ്ത് നേരെ കൂടെ കൂടിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ട്രാവൽ ഇൻഫർമേഷൻ വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ.